ഒരു പ്രസംഗത്തിന് പറ്റിയ സമയമല്ലെന്ന് എനിക്കറിയാം. ഇത്രയധികം പേർ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ പ്രസംഗിച്ചാൽ ഇത്രയും വൈകി പ്രസംഗിച്ചാൽ അധിക പ്രസംഗമായി പോകുമെന്നും അറിയാം. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം മാത്രം പറയാം, ഒന്നോ രണ്ടോ കാര്യങ്ങൾ. ഒന്ന്, 2-3 വിമാനം കയറി ഇവിടെ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ ഇത്രയധികം മലയാളികൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ എവിടെ നോക്കിയാലും മലയാളം സംസാരിക്കും. അതൊരു വലിയൊരു അതിശയം തന്നെയായിരുന്നു. ഇത്ര വലിയൊരു സംഘാടനം എളുപ്പമല്ല. ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന ആൾ നിലയ്ക്കറിയാം. അതുകൊണ്ട് എല്ലാ തരത്തിലും ഇവിടുത്തെ മുഴുവൻ സംഘാടകരെയും ഇവിടുത്തെ സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഒരു കാര്യം കൂടെ എന്നെ അതിശയിപ്പിച്ചു. ഞാൻ പ്രസംഗിക്കാനൊക്കെ പലതും ഉദ്ദേശിച്ചത് സംസാരിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഇവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ നോക്കരുത് എങ്ങനെ ഈ ഗാന്ധിജി ശിവഗിരി വരെ എത്തിയെന്ന്. അന്ന് കേരളത്തിൽ ആകെ 200-300 കാറേ ഉള്ളൂ. പക്ഷെ അതിന് 5 കൊല്ലം മുമ്പ് ശിവഗിരിയിൽ ട്രെയിൻ എത്തിയിരുന്നു. കറണ്ടില്ല, ശിവഗിരിയിൽ കറണ്ടില്ല, അന്ന് സൗകര്യങ്ങളില്ല. കറണ്ടൊക്കെ വരുന്നത് 1940 ശേഷമാണ് കേരളത്തിൽ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വൈക്കം സത്യാഗ്രഹ പരിപാടിക്ക് വന്ന ഗാന്ധിജി എങ്ങനെ ശിവഗിരി കുന്നും കയറി ഗാന്ധി തളർന്നു പോയി എന്നാണ് പറയുന്നത്. നടക്കുകയായിരുന്നു. അപ്പം അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശക്തി. അദ്ദേഹത്തിന് ഗാന്ധിയെപ്പോലെ ഇന്ത്യയിൽ എല്ലാവർക്കും വേണ്ടിയിരുന്നൊരു മനുഷ്യനെ, ലോകത്തെല്ലായിടത്തും വേണ്ടിയിരുന്നൊരു മനുഷ്യനെ വർക്കലയിൽ ട്രെയിൻ ഇറങ്ങി വർക്കല വരെ എത്തുകയും, വർക്കലയിൽ ട്രെയിനൊക്കെ വന്നിട്ട് 5 കൊല്ലം ആയിട്ടുള്ളത്, അവിടെ നിന്ന് 4-5 കിലോമീറ്റർ നടന്ന് ശിവഗിരി കുന്നിൽ കയറി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ സാധിച്ച ആ ശക്തി അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെയോ ഭാഷയുടെയോ മറ്റൊരു ശക്തിയല്ല, കുടുംബത്തിൻ്റെയോ ശക്തി, അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ശക്തിയാണ്. അതെപ്പോഴും അതിശയിപ്പിക്കുകയാണ്. അത് സൗകര്യം പോലെ ഗൂഗിളിലും ചാറ്റ് ജിപിയിലും നോക്കിക്കഴിഞ്ഞാൽ ആ യാത്ര, മനോഹരമായ യാത്രയെക്കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നെ അതിശയിപ്പിച്ചുള്ളൊരു കാര്യം കൂടി പറയാം. കേരളം ഇപ്പോൾ നമ്മൾ പല കാര്യത്തിലും നമ്പർ 1 ആണെന്ന് പറയാറുണ്ട്, ആരോഗ്യത്തിൽ നമ്പർ 1 ആണെന്ന് പറയാറുണ്ട്. കേരളത്തിൽ നവോത്ഥാനമുണ്ടാക്കിയതിന്, കേരളത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയതിന് പ്രധാന ശക്തി ശ്രീനാരായണ ഗുരുവാണ് നമുക്കറിയാം. ആരോഗ്യരംഗത്തും അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൽ മലയാളികളെ ശുചിത്വം പഠിപ്പിച്ച നാരായണ ഗുരുവാണ്. അമ്പലങ്ങൾ ഉണ്ടാക്കിയതുപോലും ശുചിത്വത്തിൻ്റെ പേരിൽ അമ്പലങ്ങൾ വൃത്തിയായിരിക്കുമെന്നും വീടുകൾ ശുചിത്വം ഉണ്ടായിരിക്കണമെന്നും അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കണമെന്നും പറഞ്ഞ അദ്ദേഹമാണ് ഒരുപക്ഷെ മലയാളിയെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പോലും പഠിപ്പിച്ചത്. ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചു പോകുന്നത് വയറിളക്ക രോഗങ്ങളാണ്, വെള്ളം തിളപ്പിച്ച് കുടിപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യരംഗത്ത് ഏതൊക്കെ ഗവൺമെൻറ് ഭരിച്ചാലും കേരളം നമ്പർ 1 ആരോഗ്യരംഗത്തെന്ന് പറയുമ്പോൾ അതിനൊരു പ്രധാന കാരണക്കാരൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. ഒരു ഡോക്ടറായതുകൊണ്ട് പറഞ്ഞാണ്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള അവസരങ്ങൾ ഇനിയും വരാൻ താല്പര്യമുണ്ട്, ഞാനിടയ്ക്ക് വരാറുമുണ്ട്. അത്തരം വേദികൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. നന്ദി, നമസ്കാരം.